നമസ്കാരം. ഫിസിക്സിൻ്റെ ഒരു പുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്റർ, റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്റർ, ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2015 തൊട്ട് 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഈ 3 ചാപ്റ്ററുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 3 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ, 2 റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്റർ, 3 വർക്ക് എനർജി ആൻഡ് പവർ. ഒന്നാമത്തെ ചോദ്യം നമുക്ക് കാണാം, പക്ഷേ ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണെങ്കിലും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് ആണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കുന്നത് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളതാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, 2 മാസുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അറിയാം, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്തിനാണ് നിങ്ങൾക്ക് അറിയാം, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സസ് ആണ്. വിത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ റേഡിയോ ആക്റ്റീവ് ഡിക്കേ ഓഫ് ആറ്റംസ്, അവർക്ക് വേണ്ടിയുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സസ്, അതായത് ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് അനുരൂപനായി റൊട്ടേഷണൽ മോഷനിലുള്ള ഏത് ക്വാണ്ടിറ്റിയാണുള്ളത്? ഫോഴ്സ് എന്ന ലീനിയർ മോഷനിലെ ക്വാണ്ടിറ്റിക്ക് അനുരൂപനായി റൊട്ടേഷണൽ മോഷനുള്ളത് ആരാണ്? എനർജി ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്കറിയാം ടോർക്ക് റൊട്ടേഷണൽ എഫക്റ്റ് തരുന്നതാണ്, ടേണിംഗ് എഫക്റ്റ് തരുന്ന ആളാണ് ടോർക്ക്. നിങ്ങൾക്കറിയാം ഡി എന്ന ഓപ്ഷനാണ്. ടോർക്ക് ഫോഴ്സ്, വൺ ഓഫ് ദ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോർക്കാണ് റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലീനിയർ മോഷനിലെ റൊട്ടേഷണൽ മോഷനിലെ വിവിധ ക്വാണ്ടിറ്റികളെ താരതമ്യപ്പെടുത്തി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ലീനിയർ മോഷനിൽ മാസ്സാണ്, റൊട്ടേഷണൽ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. 8th ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. അപ്പോൾ ഒരു മനുഷ്യൻ വെള്ളം കോരുകയാണ് കിണറിൽ നിന്ന്. അപ്പോൾ അയാൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ വെള്ളം കോരുമെന്ന് പറയുമെങ്കിലും ഇവിടെ കപ്പി ഉപയോഗിച്ച് അഥവാ പുള്ളി ഉപയോഗിച്ച് കോരുന്നെന്ന് പറയുന്നില്ല. ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ മുകളിലേക്ക് അയാൾ പൊക്കിയെടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പൊക്കുന്നത് മുകളിലേക്ക്, അതായത് ഫോഴ്സ് കൊടുക്കുന്ന മുകളിലേക്ക്, ആ ബക്കറ്റ് പൊങ്ങി വരുന്ന മുകളിലേക്ക് പോസിറ്റീവ് വർക്കാണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. 2ാമത്തെ ചോദ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഒപ്പോസിംഗ് വർക്കാണ് നടത്തുന്നത്. ബി നെഗറ്റീവ് വർക്കാണ്. Work done by an applied force on body moving on a rough horizontal plane. അപ്പോൾ ഒരു മേശയെ നിങ്ങൾ തള്ളുവാണെന്ന് വിചാരിക്കാം. മേശ തള്ളുന്നത് മുന്നോട്ട്, മേശ പോയത് മുന്നോട്ട്. അപ്പോൾ എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. ആൻഡ് ഡി എന്ന ഓപ്ഷൻ ആണ്. വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. അപ്പോൾ പെൻഡുലം ആടുകയാണ്. അപ്പോൾ അതിൽ എയർ കൊടുക്കുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്കാണ്. 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോർഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് ദ റിം ഓഫ് എ ഫ്ലൈ വീൽ മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിസ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഒരു പുള്ളിയ അഥവാ കപ്പിയാണെന്ന് വിചാരിക്കാം. കപ്പിലോട്ടൊരു കയർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ കയറിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണെങ്കിലും ആ ഫ്ലൈ വീലിൻ്റെ മാസ് 20 കിലോഗ്രാം അവിടെ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ ഫ്ലൈ വീലും തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ആണ്. താഴേക്ക് ആ കയറിൽ വലിച്ചപ്പോൾ ആ കൊടുത്ത ഫോഴ്സ് 25 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. Calculate the angular acceleration of the wheel if steady pull of 25 Newton is applied on the cord. അതായത് 25 ന്യൂട്ടൺ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ആ കോഡിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ, ആ കയറയിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് ആംഗുലർ ആക്സിലറേഷൻ എത്രയാണെന്നാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫ്ലൈ വീൽ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു mr²/2 തമ്മിലുണ്ട്. നമ്മൾ ഫോക്കസ് ഏരിയ അനുസരിച്ച് നമ്മൾ ആക്ച്വലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ്, വിവിധ ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് നമ്മൾ അധികം നോക്കുന്നില്ല. അപ്പോൾ തൽക്കാലം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അഥവാ മാസ് ഓഫ് ദ ഫ്ലൈ വീലിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, റൗണ്ട് ആണ്, സർക്കുലർ ഇൻ ഷേപ്പാണ്. അപ്പോൾ mr²/2 ആണ് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, അതാണ് അറിയേണ്ടത്.
ലീനിയർ മോഷനിലെ ആക്സിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ലീനിയർ മോഷനിൽ F = ma ആണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ, a is the ആക്സിലറേഷൻ എങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ ടോർക്കാണ് ഫോഴ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ടോർക്ക് ഈക്വൽസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് അനുരൂപനായ റൊട്ടേഷണൽ മോഷൻ ഉള്ളത് ആരാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന I ആണ്. നമ്മളത് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ആൽഫ എന്ന ആംഗുലർ ആക്സിലറേഷനെ കുറിച്ച് നമ്മൾ സർക്കുലർ മോഷൻ എന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോ ഈക്വൽസ് I ആൽഫ എന്ന എക്സ്പ്രഷൻ നമുക്ക് കൊണ്ടുവരാം. ടോ ഈക്വൽസ് I ആൽഫ നമ്മൾ തിയറിയിലും പഠിക്കുന്നുണ്ട്. അതിൽ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ടോ ഈക്വൽസ് I ആൽഫ അവിടെ എഴുതിയിട്ടുണ്ട്. I ഇൻറ്റു ആൽഫ. ടോ എന്ന് വെച്ചാൽ ടോർക്കാണ്. ടോർക്ക് ഈക്വൽസ് RF സൈൻ തീറ്റ എന്ന് നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഫ്ലൈവീൽ തന്നിട്ടുണ്ട്. അപ്പോൾ I തന്നിട്ടുണ്ട് mr²/2 ആണ്. ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു RF ആണ്. സൈൻ തീറ്റ എന്നത് sin 90 ആയത് നമുക്ക് ഫിഗർ നോക്കിയാൽ തന്നെ കാണാം. കാരണം ആ പ്ലെയിൻ ഓഫ് ദ ഫ്ലൈവീലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് തീറ്റ 90 ആയത്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ 2RF/mr². 6 ക്യാൻസൽ ആയി പോകും. 2 × 25 റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. ബൈ 20 × 0.2 20 മാസാണ്. 0.2 എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് തന്നിരിക്കുന്നത് എന്തിനാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മീറ്ററിലേക്ക് മാറ്റിയത്. നമുക്ക് ആൻസർ 12.5 radian/s² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. അതേ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് 10th ക്വസ്റ്റ്യൻ. ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ എർത്ത് ഈസ് 11.2 km/s. എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ ബി ഈസ് ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാം. എസ്കേപ്പ് സ്പീഡ് എന്താണ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ് സോ ആസ് ടു എസ്കേപ്പ് ഫ്രം ദ എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്കറിയാം അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. എസ്കേപ്പ് വെലോസിറ്റി എക്സ്പ്രഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. √2gm/r ആണ്. അപ്പം ആ ക്യാപിറ്റൽ ട്രെം എന്ന് വെച്ചാൽ എർത്തിൻ്റെ മാസ്സാണ്. എർത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അതിൻ്റെ മാസ്സായ സ്മോളർ ട്രെമ്മുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് ഇക്വേഷൻ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. 18th ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ്സ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റർ സ്പ്രിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതൊരു കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അപ്പോൾ ഇതൊരു കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അതിന് ടോട്ടൽ എനർജിയും കൂടെ ചേർന്നുള്ള ഗ്രാഫാണ്. ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഫ്രം ദി ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഇവ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ബി കാണിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് എക്സ്ട്രീംസ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ആൻഡ് മിനിമം അറ്റ് ദ മെയിൻ പൊസിഷനാണ്. ആൻഡ് സി കാണിക്കുന്നത് ഇതാണ്. സി കാണിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് മെയിൻ പൊസിഷനാണ്. ആൻഡ് എ എന്ന് പറയുന്ന ലൈൻ കാണിക്കുന്നതാണ് ടോട്ടൽ എനർജി ഓഫ് ദി ബോഡി. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് അവിടെ ചോദിച്ചിട്ടുണ്ട്. എനർജി ഇൻസൈഡ് എ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ½ ആണ്. അപ്പോൾ അതിന് ഡെറിവേഷൻ പാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സിലും ഉണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കുക. 29th ക്വസ്റ്റ്യൻ കാണാം. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് അഥവാ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഹൈറ്റ് കൂടിയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. നമ്പർ 2, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്. ആഴം കൂടിയാൽ ഗ്രാവിറ്റിക്ക് എന്നാ പറ്റും? ഗ്രാവിറ്റി അവിടെയും കുറയും. അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്തിൽ ഗ്രാവിറ്റി എന്നാ പറ്റും? 0 ആവുകയും ചെയ്യും. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത് ആണ്. The total energy of an orbiting satellite is negative of its kinetic or potential energy. Total energy expression -gmm/2r ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ gmm/2r ആണ്. അപ്പോൾ ഇവിടെ the total energy of an orbiting satellite is negative of its kinetic energy ആണ്. കാരണം കൈനറ്റിക് എനർജി gmm/2r ആണ്. ടോട്ടൽ എനർജി -gmm/2r ആണ്. The polar satellite go around the earth in a north-south ഡയറക്ഷൻ ആണോ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണോ? തീർച്ചയായിട്ടും ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എർത്തിനെ വലം വെക്കുന്നത്. എർത്തിൻ്റെ പോൾസിലാണല്ലോ നോർത്തും സൗത്തും ഉള്ളത്. അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ടൈം പീരീഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതിന് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. T² ഈസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ്. നമുക്കിനി 2019
ജൂലൈയിൽ നടന്ന ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഇതിലെ ഒന്നാമത്തെ ചോദ്യം തന്നെ റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യമാണെന്ന് കാണാം. ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ്. നമ്മൾ കുറച്ച് നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. റൊട്ടേഷണൽ മോഷനിലെ ടോർക്ക് ലീനിയർ മോഷനിലെ ഫോഴ്സിന് തുല്യമാണെങ്കിൽ റൊട്ടേഷണൽ മോഷനിലെ മാസിന് തുല്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയെ വിളിച്ച പേരാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. mi = mr². r is the radius. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആക്ച്വലി ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. സെലക്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്: ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ആ തന്നിരിക്കുന്നതിൽ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇതിൽ 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The moment of inertia of a thin rod of mass m and length L about an axis perpendicular to the rod at its midpoint is ml²/12. Find the moment of inertia of the rod about an axis perpendicular to it and passing through one end of the rod. നമ്മൾ 2 ആക്സിസ് തിയറംസ് പഠിച്ചിരുന്നു. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും. ഈ തിയറംസ് ഉപയോഗിച്ച് ഒരു ഇരുമ്പ് ദണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ ഒരെൻഡിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ അവലംബിച്ച് ആ ഇരുമ്പ് റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പാരലൽ ആക്സിസ് തിയറി ഉപയോഗിക്കാം. പാരലൽ ആക്സിസ് തിയറി നമുക്ക് തിയറിയെ പഠിക്കുന്നുണ്ട്. പാരലൽ ആക്സിസ് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എലോങ് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ICM + mr² എന്നാണ്. ICM എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തിയറിയെ പഠിച്ചു. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എലോങ് സെൻറ്റർ ഓഫ് മാസ് ആണ്, പ്ലസ് mr² ആണ്. ഇവിടെ ma² എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ റേഡിയസിനെ ആയിട്ട് എടുത്തുകൊണ്ടാണ്. നമുക്ക് തന്നിട്ടുണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എലോങ് സെൻറ്റർ ഓഫ് മാസ് എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. അത് ml²/12 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ml²/12 ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എലോങ് ഇറ്റ്സ് മിഡ് പോയിൻ്റ് ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ICM ml²/12 എന്ന് എഴുതാം. ഇവിടെ I0 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും ICM ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്ലസ് m × a. a എന്ന് പറയുന്നത് ആ റോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരെൻഡിലേക്കുള്ള ദൂരമാണ്. ക്വസ്റ്റിനെ പറയുന്നു ലെങ്ത് ഓഫ് ദ റോഡ് L ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്നുള്ള ദൂരം L/2 ആണ്, L/2². ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ml²/12 പ്ലസ് ml²/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ml²/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണ്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും നന്നായിട്ട് പഠിച്ചു വച്ചേക്കാം. 8th ക്വസ്റ്റ്യൻ കാണാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് g വിത്ത് ഹൈറ്റ് h എബോവ് ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. g' = g × 1 - 2h/r ആണ്. അപ്പോൾ അത് ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോട്ട്സിലുണ്ട്, തൽക്കാലം പഠിക്കുക. 17th ക്വസ്റ്റ്യൻ നോക്കാം. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kg rotates about its axis with angular speed 100 radians/second. The radius of the cylinder is 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum of the cylinder about its axis? അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടറാണ്, 20 kg ഉണ്ട്. അതിൻ്റെ ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട് 100 radians/second ആണ്. നമുക്കറിയേണ്ടത് ആ സോളിഡ് സിലിണ്ടർ കറങ്ങുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് അറിയണം. മാത്രമല്ല അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെൻറ്റം എത്രയാണെന്ന് അറിയണം. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത് ½I⍵² ആണ്. കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ മോഷൻ ½mv² ആണെന്ന് അറിയാം. റൊട്ടേഷണൽ മോഷനിലെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അതുകൊണ്ട് ½I⍵². I is the moment of inertia and omega is the angular velocity. ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എലോങ് ഇറ്റ്സ് ആക്സിസ് അറിയണം. അത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. അത് mr²/2 ആണ്. അതുകൊണ്ട് ഐയുടെ സ്ഥാനത്ത് mr²/2 × ω² എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2 × m മാസാണ്. മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മാസ് 20 kg ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 0.25 മീറ്റർ ആണ്.
അതിൻ്റെ സ്ക്വയർ 625 എടുത്തിട്ടുണ്ട്. ഇൻറ്റു 10⁻⁴/2 ഇൻറ്റു ഒമേഗയും തന്നിട്ടുണ്ട്. ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. 100ന്റെ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. അതാണ് 10⁴ എന്ന് എഴുതിയിരിക്കുന്നത്. സോൾവ് ചെയ്യുമ്പോൾ 6250/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ 3125 ജൂൾസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. 21st ക്വസ്റ്റ്യൻ ഈസ് Kepler formulated 3 laws of planetary motion. Question number A is state the Kepler's law of periods. The square of time period is proportional to the cube of semi-major axis. ബേസിക്കലി ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ ഈ ടോപ്പിക് ഇല്ല. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. തൊട്ടടുത്ത ചോദ്യവും നമ്മൾ ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നതല്ല. എങ്കിലും നമുക്കൊന്ന് പരിശോധിക്കാം. എ സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ. ഹൗ ഫാർ ഈസ് ദ സാറ്റേൺ ഫ്രം ദ സൺ ഇഫ് ദ എർത്ത് ഈസ് 1.5 × 10⁹ കിലോമീറ്റർ അവേ ഫ്രം ദ സൺ? നമുക്കറിയാം ടി സ്ക്വയർ, ടൈം പീരീഡിൻ്റെ സ്ക്വയർ. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഒരു പ്ലാനറ്റിന് സണ്ണിനെ റിവോൾവ് ചെയ്യാനെടുക്കുന്ന സമയമാണ്. പ്രപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസ് ആണ് 6. നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ T⁻²/3 ഈസ് പ്രപ്പോർഷണൽ ടു 6 എന്ന് എഴുതാം. പവറുകളെ സോൾവ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് സാറ്റേൺ ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് സാറ്റേൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്. നമുക്ക് ആ ടൈം പീരീഡിൻ്റെ അവിടെ 2⁻³ എന്ന പവർ കാണാം. ക്വസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത് എ സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ എന്നാണ്. അപ്പോൾ എർത്ത് ഇയറിനേക്കാളും 29.5 ടൈംസ് കൂടുതലാണ് സാറ്റേൺ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം സണ്ണിനെ വലം വെക്കുന്ന സമയമാണല്ലോ ഒരു ഇയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ റേഷ്യോ എടുത്തപ്പോൾ ദ ടൈം പീരീഡ് ഓഫ് സാറ്റേൺ ഇയർ ടു ടൈം പീരീഡ് ഓഫ് എർത്ത് ഇയർ ഈസ് ഈക്വൽ 29.5 ദ ഹോൾ റേഷ്യോ 2/3 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് സാറ്റേൺ സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണെന്നാണ് അറിയേണ്ടത്. തന്നിട്ടുള്ളത് ഇഫ് എർത്ത് ഈസ് 1.5 × 10⁹ കിലോമീറ്റർ അവേ ഫ്രം ദ സൺ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ TS/TE ദ ഹോൾ റേഷ്യോ 2/3 എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. 9.55 ആണ്. സെമി മേജർ ആക്സിസ് ഓഫ് എർത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. 1.5 × 10⁻⁹ കിലോമീറ്റർ ആണ് സണ്ണും എർത്തും തമ്മിലുള്ള ദൂരം. എങ്കിൽ RS ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 14.32 × 10⁻⁹ കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഫോക്കസ് ഏരിയയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ചോദ്യം അല്ലാത്തതിനാൽ കൂടുതൽ ശ്രദ്ധ ഇവിടെ കൊടുക്കേണ്ടതില്ല. അതിന് തേർഡ് പാർട്ട് നോക്കാം. ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഈസ് ദ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എ കോൺസിക്വൻസ്? അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റിംഗ് ബോഡീസിൻ്റെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. അപ്പോൾ അതാണ് സെക്കൻഡ് ലോ ഓഫ് കെപ്ലറിൻ്റെ ലോയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്. നമുക്കിനി 2019 മാർച്ച് മാസത്തിൽ നടന്ന ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ആ 4 ഫോഴ്സസ്, ബേസിക് ഫോഴ്സസിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ഏറ്റവും ബലം കുറഞ്ഞ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. രണ്ടാമത്തെ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിലും ബലം കൂടിയത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ആ വർഷം നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. എ എന്ന ഭാഗത്ത് കാണിച്ചിട്ടുള്ളതാണ് ടോർക്ക്. അത് നമുക്ക് ബി എന്ന ഓപ്ഷനിൽ ആരുമായിട്ട് കമ്പയർ ചെയ്യാം. R×F ആണ് ഫോർത്ത് വൺ. ആംഗുലാർ മൊമെന്റം എന്ന എ എന്ന ഭാഗത്തിലെ പോർഷൻ ബി എന്ന ഭാഗത്തിലെ ആരുമായിട്ട് കമ്പയർ ചെയ്യാം. പെർപെൻഡിക്കുലർ ടു R ആൻഡ് P. ആറിനും പിക്കും ലംബമായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്ക് നമുക്ക് ബി എന്ന പാർട്ടിലെ സമേഷൻ F = 0, ടോട്ടൽ ഫോഴ്സ് = 0. അപ്പോഴാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യാം. ലീനിയർ വെലോസിറ്റി ആരുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ലീനിയർ വെലോസിറ്റി V = ω×r നമുക്ക് കമ്പയർ ചെയ്യാം. വീണ്ടും 9th ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഫ്രം എ പ്ലാനറ്റ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 11.19 km/s ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എസ്കേപ്പ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ നേരത്തെ എസ്കേപ്പ് വെലോസിറ്റിയും മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് തമ്മിൽ റിലേഷൻ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു.
19th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അതിന്റെ ഡെറിവേഷൻ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കാം. അതിന്റെ ബി പാർട്ട് നോക്കാം. An elevator carrying the maximum load of 1800 kg is moving up with a കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ലിഫ്റ്റ് 1800 കിലോഗ്രാം ഭാരവും വഹിച്ച് മുകളിലേക്ക് പൊങ്ങുകയാണ്. അതിൻ്റെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മുകളിലേക്ക് പോകുന്ന കോൺസ്റ്റന്റ് സ്പീഡ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ചലനത്തിനെ എതിർക്കുന്നത് 4000 ന്യൂട്ടൺ ആണ്. ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ ടു ദ എലവേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എതിർപ്പിനെ അവഗണിച്ച് ലിഫ്റ്റിന് മുകളിലേക്ക് ഇത്രയും ഭാരം കൊണ്ട് പോകണമെങ്കിൽ എത്രത്തോളം പവർ അതിൻ്റെ മോട്ടർ പ്രയോഗിക്കണം എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മോഷൻ ഇൻസൈഡ് ലിഫ്റ്റ് എന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളതാണ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ. അപ്പോൾ ഇത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ആ ടോപ്പിക്കും പവർ എന്ന വർക്ക് എനർജി ആൻഡ് പവറിലെ ടോപ്പിക്കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഫോഴ്സ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ മുകളിലേക്കാണ് ലിഫ്റ്റ് പൊങ്ങിയത്. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് ഈക്വൽസ് mg+f ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മോഷൻ ഇൻസൈഡ് ലിഫ്റ്റ് എന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അറിയില്ല എങ്കിൽ ആ ടോപ്പിക്ക് ഒന്നും കൂടെ കാണുക, പരിശോധിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? 1800 കിലോഗ്രാം ആണ്. ഇൻറ്റു ജി 9.8 അത് 10 ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് ആർക്കെതിരെയാണ് വർക്ക് ചെയ്തത്? ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരെ. എത്രത്തോളം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരുന്നു? 4000 ന്യൂട്ടൺ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് മുകളിലേക്ക് പൊങ്ങിയത്. അപ്പോൾ ആ ഫോഴ്സ് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പൊങ്ങാനുള്ള ടോട്ടൽ ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത് 22,000 ന്യൂട്ടൺ. പവർ ജനറേറ്റ് ചെയ്യേണ്ട അപ്പോൾ എത്രയാണ്? ഇത്രയും ഫോഴ്സ് ആണ് മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടി വേണ്ടത്, 22,000 ന്യൂട്ടൺ. പവർ ജനറേറ്റർ അപ്പോൾ എഫ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ 22,000 ഇൻറ്റു 2 എന്നങ്ങനെ കിട്ടി. നമുക്കറിയാം 2 മീറ്റർ പെർ സെക്കൻഡിലാണ് മുകളിലേക്ക് പൊങ്ങുന്നത്. അപ്പോൾ 44,000 വാട്ട് വേണം പവർ ജനറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടർ അത്രയും പവർ ജനറേറ്റ് ചെയ്യണം. തൊട്ടടുത്ത ചോദ്യം കാണാം. എക്സ്പ്രസ് യുവർ എബോവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഒരു HP അഥവാ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്, 746 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൻസറിനെ HP മാറ്റാൻ പവർ ഈസിക്കൽ ടു 44,000 ബൈ 746 HP ആണ്. ദാറ്റ് ഈസ് 58.98 HP എന്ന് എഴുതാം. ഓക്കെ, 21st ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ 21st ക്വസ്റ്റ്യൻ നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളതല്ല, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അധിഷ്ഠിതമായി പഠിക്കുന്നതല്ല. അതിനാൽ അതിന് തക്കമുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി. എങ്കിലും നമുക്ക് എൻട്രൻസ് പോലെയുള്ള സാഹചര്യങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൗണ്ട് ദി എർത്ത്. ടൈം പീരീഡ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഈസ്. നമുക്കറിയാം എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റുകളുണ്ട്. നമുക്ക് ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എർത്തിൻ്റെ അതേ വെലോസിറ്റിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എർത്ത്സ് ടൈം പീരീഡ് ആണ്. എർത്ത് ഒരു പ്രാവശ്യം വലം വെക്കുന്ന ടൈം പീരീഡ് എത്രയാണ്? 24 hours ആണ്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഈസ് ആക്ച്വലി എത്രയായിരിക്കും? 24 hours ആയിരിക്കും. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. അത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലും നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക്സിലും പഠിക്കുന്നതാണ്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ യു ഡിറൈവ്ഡ് എബോവ് ഷോ ദാറ്റ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ഒബേസ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പീരീഡ്സ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ T² പ്രൊപ്പോർഷൻ ടു R³ എന്ന എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരും. പക്ഷേ കെപ്ലേഴ്സ് ലോ നമുക്ക് ഈ പ്രാവശ്യത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാത്തതിനാൽ നമ്മൾ ആ ചോദ്യം തൽക്കാലം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എങ്കിലും ആ ഡെറിവേഷൻ പാർട്ട് ഞാനൊന്ന് കാണിക്കാം. ആ ഡെറിവേഷൻ പാർട്ട് ഇങ്ങനെയാണ്. നമ്മുടെ ഈ ടോപ്പിക്ക് T² ഈസ് ഈക്വൽ ടു 4π² × R³ എന്ന് കിട്ടും. 4ഉം πയും Gയും Mഉം ഒക്കെ കോൺസ്റ്റൻസ് ആയതിനാൽ T² ഈസ് പ്രൊപ്പോർഷണൽ ടു R³ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ കെപ്ലേഴ്സ് തേർഡ് ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും സുരക്ഷിതമായി ഓണം ആഘോഷിക്കുക. കാരണം നമുക്ക് ഒരു പാൻഡമിക്കിൻ്റെ സീസണാണ്. എങ്കിലും എല്ലാവർക്കും നന്മ നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായ ഒരു ഓണം ആശംസിക്കുകയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന +1 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. കൂടുതൽ ഡിസ്കഷൻ ക്ലാസ്സുകളുമായിട്ട് നമുക്കിനി ഓണത്തിന് ശേഷം കാണാം. നന്ദി, നമസ്കാരം.